നമുക്ക് താല്പര്യം ബസ്സിനകത്ത് കയറാനാണ്, ബസ്സിന്റെ ഫുട്ബോർഡിൽ നിൽക്കാനാണ്. ഫുട്ബോളിൽ നിന്ന് പോവാം. ഫുട്ബോർഡിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. പക്ഷെ അന്നത്തെ ഭയങ്കര രസമായ കാര്യങ്ങൾ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാണെന്ന് വെച്ചാൽ, ചെങ്ങന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും, അതേ വണ്ടിയിൽ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അത് അവരെല്ലാം MG കോളേജ്, നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജാണ്. ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും, അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ പ്രായത്തിൻ്റെ കുറേ കളികളുണ്ടല്ലോ. ആ സമയത്ത് ചില ശത്രുത, രണ്ട് ഗ്യാങ്ങായി, 4-5 ഗ്യാങ്ങായി, മാരിവാനിസ് MG ഒരു ഗ്യാങ്ങായി, യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ്, ഒറ്റ വണ്ടിയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഭയങ്കര രസമാണ്. വൈകുന്നേരം വരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ചെറിയൊരു തകരാറുണ്ടായി. അത് എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ അതേ വണ്ടിയിൽ കയറണമല്ലോ, ഇവൻ ഡബിൾ അടിച്ച് കളയും. വണ്ടി വരുമ്പോൾ ഡബിൾ അടിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ അവൻ ഡബിൾ അടിച്ചിട്ട് വണ്ടി നിർത്തൂല്ലേ കോളേജിൻ്റെ മുമ്പിൽ. പിന്നെ കോളേജിൻ്റെ ബെഞ്ചിൽ നിന്ന് ചാടി കയറാൻ ശ്രമിക്കണം. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് വെച്ചാൽ, ഇവർ ഫുട്ബോൾ നിറഞ്ഞങ്ങ് നിൽക്കും. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് ചാടി കിട്ടാൻ പറ്റില്ല. സോ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയുന്നത്, ബസ് യാത്ര ഒരു രസം തന്നെയായിരുന്നു ആ കാലത്ത്. ബസ് യാത്രയാണ് പ്രധാന ഒരു ചടങ്ങ്, രാവിലെയും വൈകിട്ടും. അതൊരു ത്രില്ലാണ്. KSRTC ബസ്സിൽ എനിക്കൊരു അനുഭവമുണ്ട് ഗണേശനായിട്ട്. ചെപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്യുന്ന കാലത്ത് അന്ന് ഏകദേശം പറയുന്നുണ്ട്, അതായത് ഇവിടെയൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് ബസ് കാത്തു നിൽക്കാൻ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. ചെന്നൈയിൽ കറക്റ്റ് സമയത്ത് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ബസ് വരും. ആ സമയത്ത് നമ്മൾ ഈ സെക്കൻഡ് ഷോയ്ക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറക്റ്റ് ബസ് വരുമ്പോൾ ഗണേശൻ പറയും, ഇങ്ങനെ വേണം ബസ് സർവീസ് എന്ന് വെച്ചാൽ. അങ്ങനെ ആക്കിയിട്ടുണ്ടോ ഇവിടെ? ഇവിടെ ഇപ്പോൾ കറക്റ്റ് സമയത്ത് വരുന്നുണ്ട്, കറക്റ്റ് സമയത്ത് പുറപ്പെടുന്നുണ്ട്. ഈ ട്രാഫിക്കിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ അവർ കറക്റ്റ് സമയത്തല്ല സ്റ്റാർട്ട്, നിർബന്ധമായിട്ട് കറക്റ്റ് സമയത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി അവർ പാലിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ചെലവ് ആപ്പുന്ന ഒരു ആപ്പുണ്ട്, KSRTC ചെലവ് ആപ്പ്. അത് മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വരുന്ന കാണാം, ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര മിനിറ്റിനുള്ളിൽ വണ്ടി വരുന്നത് കാണിക്കും. അപ്പോൾ അതിലേക്ക് മാറിയാൽ ഈ ഇതിൻ്റെ ഒരു ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, താമസിക്കില്ല. അത് പറയാൻ കഴിച്ചാൽ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് നമ്മളൊക്കെ ബസ് യാത്രക്കാരാണല്ലോ. തീർച്ചയായിട്ടും ആ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ബസ് കാത്തു നിൽപ്പായിരുന്നു. കാത്തു നിൽപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാത്തു നിൽപ്പ് ഒഴിവാക്കാം. വീട്ടിൽ നിന്ന് അപ്പോഴും ഇറങ്ങിയാൽ മതി. നമ്മൾ എത്ര സമയം കൊണ്ട് വീട്ടിൽ നിന്ന് സ്റ്റോപ്പിൽ എത്താന്ന് കാണാതെ. അങ്ങനെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫുട്ബോളിലാണെന്ന് തിരക്ക്, അകത്ത് ഫുട്ബോളിലാണ് നിൽക്കുന്നത്. ഓടുന്ന ബസ്സിൽ ചാടി കയറുക, ഇതൊരു പഴയ വിനോദമാണ്. അതെ, ഇന്നൊക്കെ ഭയമാവും അങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുന്നു. Subscribe to One India and never miss an update.